ദേ ഈ ഡിഷ് ഒന്ന് നോക്കിയേ, കാണാൻ അടിപൊളിയായിട്ടില്ലേ? അതുപോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും. ഉണ്ടാക്കിയെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ്. ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു ക്രേവിങ്സ് ഉണ്ടല്ലോ, ആ ക്രേവിങ്സ് തോന്നുമ്പോൾ ഇതുണ്ടാക്കി കഴിച്ചോളൂ. ഹൈ പ്രോട്ടീനാണ്, വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ആദ്യം തന്നെ ഒരു ബൗളിൽ കുറച്ച് യോഗട്ട് അല്ലെങ്കിൽ കേട്, കുറച്ച് ചെറുനാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്, 2 വെളുത്തുള്ളി അല്ലി, പിന്നെ 2 പച്ചമുളക്, കുറച്ച് മിൻറ്റ് ലീവ്സും കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് ചട്നി ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പനീറും ക്യാപ്സിക്കം ആണ്. പനീറും ക്യാപ്സിക്കം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ഓരോ പീസസ് എടുത്ത് ഈ ചട്നിയിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്യൂവേഴ്സ് അല്ലെങ്കിൽ ബാർബിക്യൂ സ്റ്റിക്ക് ഉണ്ടല്ലോ, അതെടുത്ത് ഓൾട്ടർനേറ്റീവായിട്ട് ഈ പനീറും ക്യാപ്സിക്കവും ഇങ്ങനെ കോർത്ത് കൊടുക്കാം. ഞാൻ 2 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. കാണാനായിട്ട് നല്ല രസമുണ്ടാവും, അത്രയേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചെറിയ ടൊമാറ്റോസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കുക്കുംബറിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് കാണാൻ നല്ല രസമുണ്ടാവും, കുറച്ച് പ്രസൻറ്റബിൾ ആവും. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ചട്നി എടുത്തിട്ട് ഡയറക്റ്റ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഡിപ്പ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വേ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി ഇത് ഞാൻ ഡയറക്റ്റായിട്ട് എയർ ഫ്രയറിലോട്ട് കയറ്റാൻ പോവുകയാണ്. എയർ ഫ്രയർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓവനിൽ വെക്കാം, ഇല്ലെങ്കിൽ ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ അതിൽ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് ഈ സ്ക്യൂവേഴ്സ് എല്ലാം അതിനകത്തോട്ട് വെച്ച് കൊടുത്ത് മൂടി വെച്ച് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അതായത് ഗ്രില്ല് ചെയ്യുന്ന പോലെ നമുക്ക് കിട്ടണം കേട്ടോ. ഇതാ 5 മിനിറ്റ് കൊണ്ട് സംഗതി റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലൊട്ടും തന്നെ ഓയിൽ ചേർത്തിട്ടില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നിങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടമാവും. എസ്പെഷ്യലി പ്രോട്ടീൻ എടുക്കണം എന്നുള്ളവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.